കുന്നത്തൂരിൽ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന് നേരെ UDF പ്രവർത്തകരുടെ കൂക്കിവിളി. LDFന്റെ റോഡ് ഷോ കടന്നുപോയപ്പോഴാണ് UDF പ്രവർത്തകർ കൂക്കി വിളിച്ചത്. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കണ്ണൻ നായരിലേക്ക് പോകുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കണ്ണൻ നായർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണന്റെ കൂടെ കോവൂർ കുഞ്ഞുമോനും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൻ, ഇതിപ്പം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾ ജനാധിപത്യ മര്യാദ മറികടന്നുള്ള ഒരു പെരുമാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ കോവൂർ കുഞ്ഞുമോന് പറയാനുള്ളത്? ആര്യ, വളരെ മാന്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതി. പക്ഷേ അത് ഇന്നലെ കുന്നത്തൂരിൽ അത് നഷ്ടമായി എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. ഇന്നലെ LDYFന്റെ ജാഥ അതുവഴി പോവുകയായിരുന്നു. ആ സമയത്ത് കോവൂർ കുഞ്ഞുമോനും ആ ജാഥയ്ക്ക് പിന്നിൽ തുറന്ന ജീപ്പിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. ഒരു കാരണവശാലും സ്ഥാനാർത്ഥി വോട്ട് തേടി പോകുമ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകരുതാത്തതാണ്. ആദ്യം LDYFന്റെ ജാഥയ്ക്ക് നേരെ കല്ലേറുണ്ടായി. 2 DYF പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ട ഈ കൂക്കുവിളി അടക്കമുള്ള കാര്യങ്ങളുണ്ടായത്. കോവൂർ കുഞ്ഞു നമ്മളിപ്പോൾ ഉണ്ട്. 25 വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇങ്ങനെ അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് ഇന്നലെ എനിക്കും എന്നോടൊപ്പം വന്ന യുവജന സംഘടനകളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ചക്കോളിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ മൈനാഗപ്പള്ളി, പടിഞ്ഞാറേ കല്ലട എന്നീ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഭരണിക്കാവിലെത്താൻ 2 മിനിറ്റേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പ് DJ വണ്ടി തടയുകയും പ്രവർത്തകരെ വളരെ മോശപ്പെട്ട രീതിയിൽ വർത്തമാനം പറയുകയും ചെയ്തു. അവർ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിലാണ് അവരുടെ പരിപാടി നടന്നത്. ഞങ്ങളുടെ പരിപാടി റോഡിൽ കൂടെയായിരുന്നു. അപ്പോൾ അവർ റോഡിൽ വരേണ്ടെന്ന് ഒരു കാര്യവുമില്ല. വളരെ പ്രകോപനപരമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അവരുടേത്. ഞങ്ങളുടെ 2 പ്രവർത്തകർക്ക് സാരമായ പരിക്കേറ്റു. CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ഷഹാദിനും DYFയുടെ മേഖലാ കമ്മിറ്റി അംഗം അനന്തുവിനുമാണ് പരിക്കേറ്റത്. ഒരാൾക്ക് 3 സ്റ്റിച്ചും ഒരാൾക്ക് 4 സ്റ്റിച്ചുമുണ്ട്. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അവസാനം വളരെ സമാധാനപരമായി സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ നേതാക്കന്മാരും യുവജന സംഘടനാ നേതാക്കന്മാരും ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചു പോയത്. വളരെ മോശപ്പെട്ട രീതിയിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തെറി പറഞ്ഞുകൊണ്ട് കൂകി വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരാളുടെ പേരും മെൻഷൻ ചെയ്യാതെ ഞാൻ മെൻഷൻ ചെയ്ത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥിയുടെ പേരോ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനമോ അദ്ദേഹത്തിൻ്റെ UDFന്റെ നേതാക്കന്മാരായിട്ടുള്ള വിമർശനമോ ഞാൻ ഇന്നേ വരെ നടത്തിയിട്ടുള്ളത് വളരെ സമാധാനപരമായിട്ടാണ്. നിങ്ങൾ ആ വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് വളരെ ബോധ്യപ്പെടും. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ അംഗീകരിക്കും. അതാണ് പണ്ട് മുതലേ ഞങ്ങൾ ശീലിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രകോപനം നേരത്തെ ഉണ്ടായിരുന്നു ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്? ഒരു പ്രകോപനമില്ലായിരുന്നു, യാതൊരുവിധ പ്രകോപനമില്ലായിരുന്നു. DJ മുന്നിൽ പോയി അതിന്റെ തൊട്ടുപുറകിലാണ് UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇതുണ്ടായത് എന്നുള്ളതാണ് കോവൂർ കുഞ്ഞുമോൻ പറയുന്ന കാര്യം. അദ്ദേഹത്തിന് അത് വിഷമിപ്പിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം കാണുമ്പോൾ ഒരു ജനാധിപത്യ മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ്.